ഗ്രൂപ്പ് എ നിയമനങ്ങളിൽ സംവരണം ഒഴിവാക്കുന്നതിന് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഉന്നയിച്ച വാദങ്ങളെ തള്ളി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം സംവരണം നടപ്പാക്കുന്നതിൽ നിന്ന് ശ്രീചിത്രയെ ഒഴിവാക്കിയിട്ടില്ലെന്നും സംവരണം ഒഴിവാക്കാൻ ചിത്രയുടെ ഗവേണിംഗ് ബോഡിക്ക് അധികാരമില്ലെന്നും മന്ത്രാലയം കത്തിൽ വ്യക്തമാക്കുന്നു. മന്ത്രാലയം ചിത്രക്കയച്ച കത്തിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലമുണ്ട്. അസ്ലം, ഏതൊക്കെ രീതിയിലാണ് ശ്രീചിത്രയുടെ വാദങ്ങളെ തള്ളിയത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കത്തിൽ പറയുന്നത്? ശ്രീചിത്രയിലെ ഗ്രൂപ്പ് എ നിയമനങ്ങളിലെ സംവരണമാണ് ഏറ്റവും വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിയമനത്തിൽ സംവരണം നൽകാൻ കഴിയില്ല നിലപാട് അവരെടുക്കാൻ ശ്രീചിത്ര രണ്ട് കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ഒന്ന്, ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനം എന്ന നിലയിൽ തങ്ങൾക്ക് സംവരണം നൽകുന്നതിൽ നിന്നും ഒഴിവ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്രം ഒഴിവാക്കിയിട്ടുണ്ട്, എക്സംഷൻ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വാദം. രണ്ട്, ശ്രീചിത്രയുടെ ഗവേണിംഗ് ബോഡിയാണ് ശ്രീചിത്രയുടെ സംവരണ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്നായിരുന്നു. ഈ രണ്ട് വാദങ്ങളാണ് പ്രധാനമായും അവർ ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ ജനുവരി 16 കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം പട്ടികവർഗ കമ്മീഷൻ ഇടപെടലിനെ തുടർന്ന് അയച്ച ഒരു കത്ത് ആണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നൊരു കാര്യം, ശ്രീചിത്രയെ സംവരണം നടപ്പാക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം അറിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, സംവരണ ഏതെങ്കിലും വിഭാഗത്തെ ഏതെങ്കിലും നിയമനത്തെ സംവരണത്തിന് ഒഴിവാക്കിയുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരം ശ്രീചിത്രയുടെ ഗവേണിംഗ് ബോഡിക്ക് ഇല്ല എന്നും വളരെ വ്യക്തമായി തന്നെ മൂന്നാമത്തെ നമ്പറിൽ പറയുന്നു. മാത്രമല്ല, നേരത്തെ വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ സർക്കാരിൻ്റെ സംവരണ പോളിസി പാലിച്ചുകൊണ്ട് റീനോട്ടിഫിക്കേഷൻ പുനർവിജ്ഞാപനം നടത്തണമെന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്ന കാര്യവും കൃത്യമായി തന്നെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ സംവരണം നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു നിലപാട് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ കൃത്യമായ നിലപാടാണ് ചിത്രയെ കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതായത് സംവരണം ഒഴിവാക്കുന്ന ശ്രീചിത്രയുടെ നടപടി ശരിയല്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ചെയ്തിരിക്കുന്നത്. അതേസമയം ഇത് സംബന്ധിച്ച് നമ്മൾ ചിത്ര അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, ഇങ്ങനെയൊക്കെ കത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് കത്ത് വന്ന കാര്യം അവർ അംഗീകരിക്കുന്നുണ്ട്. അതേസമയം ഇപ്പോഴും ഈ കാര്യം DSTയുടെയും ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെയും അതോടൊപ്പം തന്നെ പട്ടികവർഗ കമ്മീഷന്റെ മുന്നിലാണ്. അവരൊരു തീരുമാനമെടുക്കട്ടെ. എന്തായാലും ചിത്രയെ സംബന്ധിച്ചോളം അത്തരമൊരു തീരുമാനം ഇല്ല, ഇതുവരെയും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നടപ്പിലാക്കാൻ കഴിയില്ല നിലപാട് തന്നെയാണ് ശ്രീചിത്രയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്. മുഹമ്മദ് അസ്ലമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം.